പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നയന ആദർശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് നന്ദികേടാ ഞാൻ ആദർശേട്ടനോട് കാണിച്ചതെന്ന്. അപ്പൊ ആദർശ് പറയും അതൊന്നും ബോധ്യപ്പെടുത്തി തരേണ്ടത് എന്റെ ജോലിയല്ല, നീ നിന്റെ പാട് നോക്കി പോന്ന് പറയൂ കേട്ടോ. അപ്പൊ നയന ചോദിക്കുന്നുണ്ടായിരുന്നു കാപ്പി ചായ എന്തേലും വേണോന്ന് ചോദിക്കും. അപ്പോഴും ആദർശ് ദേഷ്യപ്പെടുകയാണ്. അതൊക്കെ കൊണ്ടുവരേണ്ടവർ കൊണ്ടുവന്നോളും, നീ നിന്റെ കാര്യം നോക്കി പോയാൽ മതി, ഈ മുറിയിൽ നിന്ന് പോയി തരാവോ എന്ന് ചോദിക്കും. അപ്പൊ നയന സങ്കടത്തോടുകൂടി അവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് തുടങ്ങുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു വിഷുവിന്റെ അന്ന് നിന്റെ അനിയത്തി പോകുന്ന ദിവസം ഞാൻ ആ വീട്ടിലേക്ക് വരേണ്ടിയിരുന്നത്, അന്നത്തെ ദിവസം ഞാൻ അങ്ങോട്ട് വരാതിരുന്നത് നിന്നോടുള്ള ദേഷ്യം കൊണ്ടാണ്, അത്രയ്ക്ക് നിന്നെ വെറുത്തു പോയി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതും കൂടെ കേൾക്കുമ്പോൾ എനിക്ക് ആകെ സങ്കടമാവുന്നുണ്ട്. പിന്നീട് അനീനെയാണ് കാണിക്കുന്നത്. അനി നന്ദുവിനെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എത്ര മറക്കാൻ ശ്രമിച്ചാലും ഒക്കെ നന്ദു മനസ്സിലേക്ക് ഇടിച്ചു കയറി വരികയാണല്ലോ, എനിക്കതിന് പറ്റില്ല എന്ന് ഓർത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇതേ സമയം നന്ദു ആണെങ്കിലും അനിയുടെ ഫോട്ടോസ് ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. പിന്നീട് നന്ദു ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു വീട്ടുകാരൊക്കെ എത്ര ഉപദേശിച്ചിട്ടും അനീനെ അങ്ങ് മറക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓർക്കുന്നത്. വീട്ടുകാരെ പിരിഞ്ഞ വിഷമമുണ്ട്, പക്ഷെ അതിനേക്കാളും അലട്ടുന്നത് അനിയുടെ ചിന്തയാണല്ലോ എന്നാണ് ഇങ്ങനെ നന്ദു ഓർക്കുന്നത്. പിന്നീട് കനകേനെയും ഗോവിന്ദനെയും കാണിക്കുന്നുണ്ടായിരുന്നു. കനക ഇങ്ങനെ വന്നിട്ട് ഗോവിന്ദനോട് പറയുന്നുണ്ടായിരുന്നു ഇവിടുന്ന് പോയ ആളുടെ ഒരു വിവരം ഇല്ലല്ലോ എന്ന് പറയും. അപ്പോൾ ഗോവിന്ദൻ പറയും ഞാൻ നന്ദുവിനെ വിളിക്കാത്തത് ഇങ്ങനെ അവളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആകെ വിഷമാവും, അതുകൊണ്ടാണെന്ന് പറയൂ കേട്ടോ. അപ്പൊ കനകി അതന്നെയാണ് നന്ദുവിനെ വിളിക്കാത്തത്. അപ്പോഴേക്കും നവ്യ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പൊ നവ്യനോട് ഗോവിന്ദൻ ചോദിക്കും നന്ദുവിനെ വിളിക്കുകയോ മറ്റോ ചെയ്തോന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയട്ടോ. അപ്പൊ ഒന്ന് വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കായിരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ എന്തായാലും ഞാനിപ്പോ വിളിക്കാന്ന് പറഞ്ഞിട്ട് നന്ദുവിനെ വിളിക്കുന്നുണ്ടായിരുന്നു. നന്ദുവിനോട് തന്നെ നവ്യ ചോദിക്കുന്നുണ്ട് നീ എന്താ മോളെ ഇവിടുന്ന് പോയിട്ട് ഇങ്ങോട്ടൊന്നും വിളിക്കാതിരുന്നതെന്ന് ചോദിക്കും. അപ്പൊ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ആകെ വിഷമാവും, അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത് എന്ന് പറയും. പിന്നീട് ഗോവിന്ദനും ഒക്കെ വാങ്ങി സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗോവിന്ദനാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു അവിടെ കൂട്ടുകാരെ ഒന്നും കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഒരു കുട്ടിയുണ്ട് എൻ്റെ കൂടെ, തുഷാര എന്നാണ് ആ കുട്ടിയുടെ പേര്. അപ്പൊ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇങ്ങനെ നിങ്ങളെയൊക്കെ പിരിഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു വിഷമം ഉണ്ടാവുമല്ലോ എന്ന് പറയാനാട്ടോ. അപ്പൊ അവരൊക്കെ ഇങ്ങനെ വിട്ടുപോയതിൻ്റെ ഒരു വിഷമമുണ്ട് നന്ദുവിന്, അപ്പൊ എനിക്ക് അങ്ങോട്ട് പോരാൻ തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കനകേനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. കനകേനോട് സംസാരിക്കുന്ന സമയത്ത് കനകയ്ക്കും നന്ദുവിനും ആകെ വിഷമാവുകയാണ്. അതുകൊണ്ട് തന്നെ അത് കണ്ടുകൊണ്ട് നവ്യ പെട്ടെന്ന് തന്നെ വാങ്ങിക്കുകയാണ് കേട്ടോ ഫോണ്. അപ്പൊ നീ എന്താ മോളെ ഇങ്ങനെ, നിന്നോട് ഞങ്ങളൊക്കെ ഇവിടുന്ന് പോയപ്പോൾ പറഞ്ഞതല്ലേ നല്ല ബോൾഡ് ആവണം എന്നുള്ളതൊക്കെ, അതൊക്കെ കുറച്ച് സമയം കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് നന്ദുവിനോട് ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കണം, അമ്മ ഉണ്ടാക്കിയ ഫുഡ് മാത്രമല്ലേ നീ കഴിച്ചുകൊണ്ടിരുന്നത്, ഇനിയിപ്പോൾ എന്നും ക്യാൻറ്റീനിലെ ഫുഡായിരിക്കും കഴിക്കാൻ പോകുന്നത്, അതുകൊണ്ട് 2-3 ദിവസം കൊണ്ട് തന്നെ അതുമായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ആവണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ആരോഗ്യം നന്നായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നന്ദു തിരിച്ചും നവ്യനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ചേച്ചി ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം എന്ന്, ഞാൻ എൻ്റെ ആരോഗ്യം ശ്രദ്ധിച്ചില്ലെങ്കിലും ഇവിടെ അതൊക്കെ നോക്കാൻ ആളുണ്ട്, നീ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയും. പിന്നീട് നയനെ വിളിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയനേച്ചിനെ വിളിച്ചിട്ടില്ല എന്ന് നന്ദു പറയും. അപ്പോൾ ആദർശേട്ടനും നയനേച്ചിയും തമ്മിലുള്ള പിണക്കൊക്കെ മാറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നവ്യനോട്. അതിനെക്കുറിച്ചൊന്നും അറിയില്ല. എന്തായാലും നയന ഇവിടുന്ന് പോയിട്ടുണ്ട് എന്ന് പറയൂട്ടോ. അപ്പോൾ നന്ദു ചോദിക്കുകയാണ് നയന അവിടുന്ന് പോയോ എന്ന്, അപ്പോഴാണ് കേട്ടോ പറയുന്നത്. പിന്നീട് നവ്യാണെങ്കിലും ഗോവിന്ദനോടും കനകേനോടും നന്ദു വിളിക്കുന്ന സമയത്ത് ഇങ്ങനെ സങ്കടമൊന്നും കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് അബീനെയും ആ സ്വർണ്ണപ്പണിക്കാരനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവരാണെങ്കിലും ഇങ്ങനെ പോലീസ് അന്വേഷണത്തിനെ കുറിച്ചൊക്കെ തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും സത്യസന്ധമായിട്ട് തന്നെ കേസ് അന്വേഷിക്കാനൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത് എന്ന് പറയുന്നുണ്ടായിരുന്നു. മുത്തശ്ശൻ ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, ജ്വല്ലറിയിൽ അങ്ങനെയുള്ള തിരിമറിയൊന്നും നടക്കില്ല എന്ന്. പക്ഷേ ഇങ്ങനെ ആദർശധീരനായിട്ടുള്ള ഒരു മുത്തശ്ശനാണല്ലോ അവിടെ ഉള്ളത്. അത് മാത്രമല്ല ആദർശേട്ടനാണെങ്കിലും ആദർശം ഒരുപാട് കൂടുതലാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ കുഴപ്പമാണ് ഇതെല്ലാം എന്ന് പറയാണ്. അപ്പോൾ അയാൾക്കാണെങ്കിലും കൂടെയുള്ള അബിയുടെ കൂടെയുള്ള ആൾക്കാണെങ്കിലും നല്ല പേടിയുണ്ട് കേട്ടോ. ഇതുപോലെ ജ്വല്ലറിയിൽ മോഷണം നടന്ന സമയത്തും പോലീസ് ചോദ്യം ചെയ്തപ്പോഴൊക്കെ ഞാൻ അന്ന് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും എൻ്റെ മുട്ട് വിറക്കിയായിരുന്നു. അപ്പോൾ എൻ്റെ ഇതൊക്കെ കണ്ടിട്ട് അവരെന്നെ ഒരുപാട് ചോദ്യം ചെയ്തതാണ്, ഇന്നിപ്പോൾ ഞാൻ ഇതിൽ പ്രതിയാണ് എന്നൊക്കെ പറയാണ്. എന്നോട് പോലീസ് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തത്ത പറയുന്ന പോലെ എല്ലാം പറയും എന്ന് പറയാണ് കേട്ടോ. അന്നൊക്കെ എന്നെ രക്ഷിച്ചത് മൂർത്തി സാറാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അയാൾ അതൊക്കെ പറയുന്ന സമയത്ത് അബി പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ പേടിച്ചു പോയിട്ട് ഇങ്ങനെ ആദർശേട്ടനോട് സത്യം ഒന്ന് വിളിച്ച് പറഞ്ഞേക്കരുത്, അബദ്ധം കാണിക്കരുത്, ഞാൻ എങ്ങനെയെങ്കിലും ഈ കേസ് ഒതുക്കി തീർത്തോളാം എന്ന് അബി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അയാൾക്കാണെങ്കിലും നല്ല പേടിയുണ്ട്. പിന്നീട് ആദർശും എസ് ഐയും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കേസ് ഒരു വഴിക്കും എത്തിയിട്ടില്ല കേട്ടോ. മുത്തശ്ശനാണെങ്കിലും അങ്ങനെ അയാൾക്ക് മുകളിലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് നല്ല പ്രഷർ ഉണ്ട് മുകളിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് എസ് ഐ ആണെങ്കിലും ആദർശനോട് പറയുന്നുണ്ടായിരുന്നു സംശയം തോന്നിയവരൊക്കെ ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നും അങ്ങ് ഒരു ഇതിലേക്കും എത്തിയിട്ടില്ല എന്ന് പറയാണ്. കേസിന്റെ പുരോഗതിക്ക് അനുസരിച്ച് ഞാൻ സാറിന്
സാറിനെ വിളിച്ച് എല്ലാ കാര്യങ്ങളും അറിയിച്ചോളാം എന്ന് പറയാണ്. പിന്നീട് മൂർത്തീസ് ജ്വല്ലറിക്ക് കേരളത്തിൽ തന്നെ ഒരുപാട് ബ്രാഞ്ചുകൾ ഉണ്ടല്ലോ, അപ്പോൾ അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ വിശ്വസ്തരാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആദർശിനോട്. അപ്പോൾ ആദർശാണെങ്കിലും അങ്ങനെ തന്നെയാണ് മറുപടി കൊടുക്കുന്നത്. എല്ലാവരും നല്ല വിശ്വസ്തരാണ്, ഇനിയിപ്പോൾ ആരെങ്കിലും അറിയാതെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായാലും പുറത്തു കൊണ്ടുവരണം തന്നെയാണ് ആദർശം പറയുന്നത്. അപ്പോൾ ഇവർ സംസാരിക്കുന്നതെല്ലാം അവിടെ നിന്നിട്ട് അബി കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ, മറിഞ്ഞു നിന്നിട്ട്. പിന്നീട് ഐസൈനെ കാണാനാണ് അബി ചെല്ലുന്നത്. അപ്പോൾ അബി ആണെങ്കിലും ഇങ്ങനെ അയാളോട് ഇങ്ങനെ കേസ് കുറച്ച് മുന്നോട്ട് കൊണ്ടുപോകണം, ഒരു 2-3 മാസമെങ്കിലും തള്ളിക്കൊണ്ടുപോകണം, അതിൻ്റെ ഉള്ളിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കിക്കോളാം എന്നൊക്കെയാണ് കേട്ടോ അയാളോട് പറയുന്നത്. അപ്പോൾ മുത്തശ്ശനാണെങ്കിൽ ഇവിടെ മാത്രമല്ലല്ലോ, സെൻട്രൽ ഗവൺമെന്റിൽ പോലും നല്ല പിടിപാടുള്ള ആളാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള ഒരു പ്രശ്നത്തിന് നിൽക്കണമായിരുന്നോ എന്നൊക്കെ അബിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുത്തശ്ശനോട് തന്നെ നേരിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശനാണെങ്കിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ല. സാർ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവുമല്ലോ എൻ്റെ മുത്തശ്ശനെ കുറിച്ച്, അപ്പോൾ നമുക്കിതിലൊരു ഇതുണ്ടാക്കാം, സാറ് കുറച്ചുകൂടെ ആ കേസ് ഒന്ന് തള്ളിക്കൊണ്ടുപോകണം, ആ സാറിനെ ഞാൻ കാണേണ്ട പോലെ കണ്ടോളാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. സാറ് ചോദിക്കുന്ന പണം ഞാൻ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നോളാം എന്ന് പറയുന്നുണ്ടായിരുന്നു അയാളോട്. അപ്പോൾ എന്തായാലും പിന്നീട് ക്ലബിൽ വെച്ച് കാണാം, അപ്പോൾ തന്നെ പണവും കൈമാറാന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നീട് അബി അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. അയാളെ ഇങ്ങനെ സ്വാധീനിക്കാൻ എന്തായാലും അബി ഇങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അയാളാണെങ്കിലും അബിയുടെ കൂടെയാണ് കേട്ടോ നിൽക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് മുകളിലുള്ള ആൾക്കാരുമായിട്ടാണ് മുത്തശ്ശന് നല്ല പരിചയം, അപ്പോൾ എനിക്കിങ്ങനെ അധികം ഇങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും പറ്റില്ല എന്നൊക്കെ പറയാണ്. മുത്തശ്ശനോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഈ കേസ് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അബി പറയുന്നത് മുത്തശ്ശനൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ല എന്ന് പറയുന്നത് കേട്ടോ. എന്തായാലും അയാൾക്ക് കാശ് കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അബിയുടെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. അനന്തപുരിയിലെ ഒരു പയ്യന് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോയെന്നും കൂടെ അയാൾ ചോദിക്കുമ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു, ഞാൻ അനന്തപുരിയിലെ പയ്യനാണെങ്കിലും ഞാൻ അവിടുത്തെ വെറും സ്റ്റാഫാണ് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ആ ശമ്പളം കൊണ്ടൊന്നും എനിക്കൊന്നിനും തികയുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും അവിടെ ഇതിനു മുൻപും ഇങ്ങനെ മോഷണമൊക്കെ നടന്നിട്ടുണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും തിരിമറി നീ കാണിച്ചിട്ടാവും നിന്നെ പുറം തള്ളിയതെന്നും കൂടെ ISI പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് മുത്തശ്ശനും അജയനും ആദർശം കൂടെ എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യസന്ധമായിട്ട് തന്നെ ഈ കേസ് മുന്നോട്ട് പോകണമെന്ന് ഞാൻ മുകളിലുള്ളവരോടൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനൊരു സംഭവം നമ്മുടെ ജ്വല്ലറിയിൽ ആദ്യമായിട്ടാണ്, മോഷണം നടന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ ഉടനെ പിടിക്കപ്പെടുകയും ചെയ്തല്ലോ എന്ന് പറയുകയാണ്. പിന്നീട് ഇതിങ്ങനെ മറ്റുള്ള ഇതിലൊന്നും ഇങ്ങനെ പബ്ലിഷ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത് പുറത്ത് പോകാത്തത് ഈ ന്യൂസ് എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ആദർശിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് കേട്ടോ, ആദർശിനോട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടേ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ പിഴവ് പറ്റിയതെന്ന് അറിയില്ല എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്ന സമയത്ത് അങ്ങനെ ഇങ്ങനെ പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിനക്കൊരു ബ്ലാക്ക് മാർക്ക് തന്നെയാണ് എന്ന് പറയാണ്. പിന്നീട് അബീനെ സംശയമുള്ള കാര്യം അതുപോലെ തന്നെ അജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ കമ്പനിയിലെ സ്റ്റാഫെല്ലാം നല്ല വിശ്വസ്തരാണ്, പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇങ്ങനെ കുറച്ചും കൂടെ ധൈര്യം ഉണ്ടാവുന്നത് അബിക്കാണ് എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് ജലജ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ ഇനിയിപ്പോൾ എൻ്റെ മകനെ ഇതാക്കാൻ നോക്കുകയാണെന്ന് ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട്. അപ്പോൾ ജയനും പറയുന്നുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് അവനെ തന്നെയാണ് സംശയം എന്ന്. അപ്പോൾ ആദർശ് പറയും, അവനിപ്പോൾ കുറച്ച് നേരായ മാർഗത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ നവ്യയുടെ കൂടെ പോയി നവ്യനെ കാണാനും അവൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാനൊക്കെ അവൻ സമയം കണ്ടെത്തുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ, അപ്പോൾ അതൊക്കെ ചിലപ്പോൾ അവൻ്റെ അടവായിരിക്കും. അവൻ ഇങ്ങനെ 18 അടവും പഴറ്റി പല പല അടവും ഇങ്ങനെ പഴറ്റി തെളിഞ്ഞോനാണല്ലോ, എന്തെങ്കിലും കാര്യസാധ്യത ഇല്ലാതെ ഇങ്ങനെ അവനും അവൻ്റെ അമ്മയൊന്നും മറ്റാരെയും സ്നേഹിക്കില്ല എന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അത് അത്രയ്ക്ക് അങ്ങ് വിശ്വസിക്കേണ്ട എന്നാണ് മുത്തശ്ശൻ പറയുന്നത്. പിന്നീട് മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു തിരിമറി അവിടെ ആര് നടത്തിയിട്ടുണ്ടെങ്കിലും പിന്നീട് അവർ മൂർത്തീസ് ജ്വല്ലറിയുടെ പടി കാണില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിപ്പോൾ ഇനി നിങ്ങളിൽ ആരായാലും എനിക്ക് അതിൽ കുറഞ്ഞൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനെ അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിലും അതിനെക്കുറിച്ച് തന്നെ അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അബിയാണെങ്കിലും ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ റൂമിൽ. അപ്പോഴാണ് ജലജ അവിടേക്ക് വന്നിട്ട് ഇങ്ങനെ പോലീസ് കേസ് നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. നീ എന്തെങ്കിലും തെറ്റ് ചെയ്തായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ മുത്തശ്ശൻ അങ്ങനെ എന്തെങ്കിലും സംസാരിക്കുന്നത് അമ്മ കേട്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരെന്നോടൊന്നും പറഞ്ഞില്ല, പക്ഷേ എനിക്കൊരു സംശയം, നീ അങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്നുള്ളത് എന്നിങ്ങനെ പറയുമ്പോൾ അമ്മേനോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്നുള്ളത്. അപ്പം അബി കാര്യം പറയുന്നത് അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തോന്ന് SI എടാ, അതിനേക്കാളും മുകളിലുള്ളവരുമായിട്ടാണ് നിന്റെ മുത്തശ്ശിന് ബന്ധം, മന്ത്രിമാരൊക്കെ ഇങ്ങോട്ടാണ് വരാറുള്ളത് മുത്തശ്ശിനെ കാണാനും, മുത്തശ്ശിനെ അങ്ങോട്ട് ചെന്ന് കാണാറുള്ളതല്ല, ഇലക്ഷൻ്റെ സമയത്ത് അതുപോലെയാണല്ലോ വാരി കോരി നിന്റെ മുത്തശ്ശൻ കൊടുക്കാറുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആകെ പേടിയാണ് കേട്ടോ ജലജയ്ക്കാണെങ്കിലും. അപ്പം അബി പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അമ്മ കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, ഞാനിത് എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിച്ചോളാം എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് പറഞ്ഞിട്ട് അബി അവിടെ നിന്ന് അങ്ങ് ദേഷ്യപ്പെട്ട് പോവാണ് കേട്ടോ. അബിനോട് ഇങ്ങനെ ജ്വല്ലറിയിൽ എന്തെങ്കിലും തിരിമറി നടത്തിയെന്ന് ചോദിക്കുമ്പോൾ തന്നെ അബി പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെയുള്ളൊരു തിരിമറിയൊക്കെ നടത്തിയിട്ടാണ് ഞാൻ അവിടെ പിടിച്ചു നിൽക്കുന്നത്, അല്ലാതെ എനിക്ക് കിട്ടുന്ന ശമ്പളം ഒന്നിനും തികയുന്നില്ല എന്നും കൂടെ ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അബി പോകുന്ന സമയത്ത് മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ജലജ മനസ്സിലോർക്കുന്നത്. മുത്തശ്ശൻ പറഞ്ഞല്ലോ, തെറ്റാറ് ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നീട് അവർ മൂർത്തീസ് ജ്വല്ലറിയുടെ പടി കാണില്ല എന്നിങ്ങനെ
അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലോർത്തുകൊണ്ട് നിൽക്കുന്ന ജലജേനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.